നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവസവും 6 മണിക്കൂർ റീൽസ് കാണാൻ ഇഷ്ടമാണോ? എങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഓഫറുണ്ട്. നിർത്താതെ സ്ക്രോൾ ചെയ്യാൻ കഴിയണം. അതാണ് ജോലിക്ക് വേണ്ട ഏക യോഗ്യത. ഈ അവസരം മുന്നോട്ട് വയ്ക്കുന്നത് മുംബൈ ആസ്ഥാനമായ മങ് എന്റർടൈൻമെന്റ്സ് ആണ്. കൂടുതൽ വിവരങ്ങൾ പൂജ രമേശ് നൽകും. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാത്തവരെ ആരും ഉണ്ടാകില്ല. ഒരു റീല് മാത്രം നോക്കാമെന്ന് പറഞ്ഞു തുടങ്ങി ചിലപ്പോൾ അത് മണിക്കൂറുകളോളം നീണ്ടു പോകാറുമുണ്ട്. ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കാറില്ലേ, ഇതൊരു ജോലി ആയിരുന്നെങ്കിലെന്ന്. എന്നാൽ റീല് കാണുന്നതും ഇനി മുതൽ ഒരു ജോലിയാക്കി മാറ്റാം. ഈ ഓഫർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുംബൈ ആസ്ഥാനമായ മോങ് എന്റർടൈൻമെന്റ്സ് ആണ്. മോങ് എന്റർടൈൻമെന്റിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ വിരാജ് ഷെയ്ഖ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത്. സോഷ്യൽ മീഡിയയിൽ ധാരാളം സമയം ചിലവഴിക്കുന്ന ഒരു ഡൂം സ്ക്രോളറെയാണ് കമ്പനി തിരയുന്നത്. ഒരു ദിവസം കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നവരായിരിക്കണം. നിർത്താതെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ജോലിക്ക് ആവശ്യമായ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഇങ്ങനെ ചെയ്താൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ഈ സ്വപ്ന ജോലി അങ്ങനെ എളുപ്പത്തിൽ സ്വന്തമാക്കാനും കഴിയില്ല. തെളിവിനായി സ്ക്രീൻഷോട്ടുകൾ നൽകുകയും നല്ല ക്രിയേറ്റീവ് കണ്ടന്റുകൾ നിർമ്മിക്കുകയും വേണം. ഉദ്യോഗാർത്ഥികൾ റെഡിറ്റ് പോലുള്ള സോഷ്യൽ മീഡിയയെക്കുറിച്ച് അറിവുള്ളവരും ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരുമായിരിക്കണം. ഒരു മുഴുവൻ സമയ ജോലിയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ജോലിക്കുള്ള ശമ്പളം എത്രയാണെന്ന് സിഇഒ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇത്രയും കൗതുകകരമായ ജോലി ചെയ്യാൻ ആളുകളെ അന്വേഷിക്കുന്നു എന്ന വാർത്ത എത്തിയതോടെ നിരവധി പേരാണ് രസകരമായ കമന്റുകളുമായി എത്തിയത്. ഞാൻ ഈ ജോലിക്ക് ഓവർ ക്വാളിഫൈഡ് ആണ്, ഇത് സത്യമാണോ? ഞാൻ എൻ്റെ അമ്മയോട് പറയട്ടെ. ഇങ്ങനെ നീളുന്നു കമന്റുകൾ. മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായിട്ടാണ് കല്യാണി പ്രിയദർശൻ സിനിമയിലെത്തുന്നത്. പിന്നീട് സ്വന്തം പരിശ്രമത്തിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ കല്യാണിക്ക് കഴിഞ്ഞു. കല്യാണിയുടെ സിനിമാ ജീവിതത്തിലെ തുടക്ക കാലഘട്ടം മുതൽ പിന്നീട് സിനിമയിൽ കുതിച്ചുയർന്ന വളർച്ചയുടെ വിശേഷങ്ങളുമായി സ്വപ്ന സുജിത്ത് ചേരുന്നു. സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത അഭിനേത്രിയാണ് കല്യാണി പ്രിയദർശൻ. പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും മുൻകാല നായിക ലിസിയുടെയും മകൾ എന്ന നിലയിൽ സിനിമയിലേക്കുള്ള അവളുടെ പ്രവേശനം ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ആ പാരമ്പര്യത്തിന്റെ തണലിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം അഭിനയ മികവിലൂടെയും വ്യക്തിത്വത്തിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു കല്യാണി. അഭിനയ രംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കല്യാണി സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിൽ ആർക്കിടെക്ചർ പഠനം പൂർത്തിയാക്കിയ ശേഷം അസോസിയേറ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നീ നിലകളിൽ ഹിന്ദി, തമിഴ് സിനിമകളിൽ അവൾ പ്രവർത്തിച്ചു. 2016 വിക്രം നായകനായ ഇരുമുഖൻ എന്ന സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനറായി പ്രവർത്തിച്ചത് ഇതിൽ പ്രധാനമാണ്. ഇത് സിനിമയെ കൂടുതൽ അടുത്തറിയാനും അതിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാനും കല്യാണിയെ സഹായിച്ചു. ഒരു നടിയാകുക എന്നതിലുപരി സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കാനാണ് കല്യാണിക്ക് താല്പര്യമെന്ന് പലരും കരുതി. എന്നാൽ 2017 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഹലോ ആയിരുന്നു കല്യാണിയുടെ ആദ്യ സിനിമ. അഖിൽ അക്കിനേനി നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് വിക്രം കുമാർ ആയിരുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കല്യാണി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് സൗത്ത് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. മലയാളത്തിലേക്കുള്ള കല്യാണിയുടെ വരവ് 2020 വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെയായിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരേഷ് ഗോപി, ശോഭന, ദുൽഖർ സൽമാൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ നിക്കി എന്ന കഥാപാത്രം കല്യാണിക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊടുത്തു. ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയും പ്രണയവും അതിമനോഹരമായി കല്യാണി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചു. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം കല്യാണിക്ക് മലയാളത്തിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന സിനിമയിലെ നിത്യ എന്ന കഥാപാത്രം കല്യാണിയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു. പ്രണയവും സൗഹൃദവും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളും മനോഹരമായി അവതരിപ്പിച്ച ഈ സിനിമയിലെ കല്യാണിയുടെ പ്രകടനം ഏറെ പ്രശംസ നേടി. കൂടാതെ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ബ്രോഡാഡി, തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങളിലും കല്യാണി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തല്ലുമാലയിലെ ഫാത്തിമ ബീബി എന്ന കഥാപാത്രം അതുവരെ കണ്ടിട്ടുള്ള കല്യാണി കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു ഫാഷൻ ഡിസൈനറുടെ കഥാപാത്രം മനോഹരമായി അവതരിപ്പിച്ച കല്യാണി തന്റെ അഭിനയശേഷിയുടെ വ്യാപ്തി ഈ കഥാപാത്രത്തിലൂടെ തെളിയിച്ചു.
എന്നാൽ ഇതിനൊക്കെ പുറമെ കല്യാണിയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി കണക്കാക്കുന്നത് ഈ ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഈ സിനിമയിൽ ചന്ദ്ര എന്ന ശക്തമായ സൂപ്പർ ഹീറോ കഥാപാത്രത്തെ കല്യാണി അവിസ്മരണീയമാക്കി. ഈ കഥാപാത്രം ഒരു അഭിനേത്രി എന്ന നിലയിൽ അവരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു. സിനിമയിലെ വിജയങ്ങൾക്കൊപ്പം തന്നെ കല്യാണിയുടെ വ്യക്തിപരമായ ലാളിത്യവും പ്രേക്ഷകർക്കിടയിൽ അവളെ പ്രിയങ്കരിയാക്കി. അഭിമുഖങ്ങളിലും പൊതുവേദികളിലും വളരെ സാധാരണക്കാരിയായി തുറന്നു സംസാരിക്കുന്ന പ്രകൃതമാണ് കല്യാണിക്ക്. താരപദവിയുടെ യാതൊരുവിധ പൊങ്ങച്ചങ്ങളുമില്ലാതെ പെരുമാറുന്ന ഈ യുവനടി മലയാളികളുടെ സ്വന്തം നായികയായി മാറുന്നതിൽ ഈ സ്വഭാവം ഒരു പ്രധാന പങ്കുവഹിച്ചു. ഒരു താരപുത്രി എന്ന ലേബലിൽ ഒതുങ്ങാതെ സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും സിനിമയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കല്യാണിക്ക് കഴിഞ്ഞു. ഓരോ സിനിമ കഴിയുമ്പോഴും തന്റെ അഭിനയത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന കല്യാണി മലയാള സിനിമയുടെ ഭാവി പ്രതീക്ഷകളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ആധുനിക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബാറ്റർമാർ പേടിക്കുന്ന ബൗളർമാരിൽ ഒരാൾ. തോൽവിലേക്ക് നീങ്ങിയ മത്സരങ്ങൾ പോലും വിജയിപ്പിക്കാൻ കഴിയുന്ന കരുത്ത്. ലോക ക്രിക്കറ്റിലെ ഇതിഹാസം മിച്ചൽ സ്റ്റാർക്ക് T20യിൽ നിന്ന് വിരമിക്കുന്നു. മെറിൻ കെ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ടെസ്റ്റ് ക്രിക്കറ്റിനാണ് എപ്പോഴും തന്റെ മുൻഗണന. T20 ക്രിക്കറ്റിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള പരമ്പര, ആഷസ് ടെസ്റ്റ് ടൂർണമെന്റ്, 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് എന്നിവയ്ക്കായി കാത്തിരിക്കുന്നു. അതിനായി തയ്യാറാവുക എന്നതാണ് പ്രധാനം. തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർ കുറിച്ച വരികളാണിവ. T20 ലോകകപ്പിന് മാസങ്ങൾ മാത്രമകലെ താരം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2021 ഓസീസ് T20 ലോക കിരീടത്തിൽ മുത്തമിടുമ്പോൾ ടീമിലെ നിർണായക സാന്നിധ്യവും 2023 ഓസീസ് ലോക കിരീടം ചൂടുമ്പോൾ ജോഷ് ഹേസൽവുഡിനൊപ്പം ടീമിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 1ാം സ്ഥാനത്തുമായിരുന്നു താരം. എന്നാൽ ദേശീയ ടീമിൽ നിന്നും വിരമിച്ച് പണം കൊയ്യുന്ന ക്രിക്കറ്റ് T20 ലീഗുകളിലേക്ക് ചേക്കേറുന്ന താരങ്ങൾക്കിടയിൽ എന്നും വ്യത്യസ്തനായിരുന്നു സ്റ്റാർക്ക്. അയാൾ തോൽവിയെ മുന്നിൽ കണ്ട നിമിഷങ്ങളിലും ഓസ്ട്രേലിയൻ വിജയത്തിനായി കൈയും മെയ്യും മറന്നു പോരാടി. സ്റ്റാർക്ക് എന്ന ഇതിഹാസ ബോളർക്ക് ലഭിക്കേണ്ട ഒരു വീരോചിത T20 മത്സരമല്ല ഓസ്ട്രേലിയൻ കുപ്പായത്തിൽ താരത്തിന് ലഭിച്ചത്. 2024 T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ തല്ലുവാങ്ങി കൂട്ടിയതായിരുന്നു ആ മത്സരം. 4 ഓവറിൽ 45 റൺസ്, 2 വിക്കറ്റ്. ഇതായിരുന്നു സ്റ്റാർക്കിന്റെ സ്പെൽ. അന്ന് രോഹിത് ശർമ്മ സ്റ്റാർക്കിനെ തലങ്ങും വിലങ്ങും പായിച്ചത് നമ്മൾ കണ്ടതാണ്. 2012 സെപ്റ്റംബറിൽ പാകിസ്ഥാനെതിരെ T20യിൽ അരങ്ങേറ്റം കുറിച്ച സ്റ്റാർക്ക് ഓസീസിനായി 65 T20 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഓസീസിന്റെ ഏറ്റവും മികച്ച പേസ് ബൗളറായി മാറിയ അദ്ദേഹം T20 മത്സരങ്ങളിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടിയത് 79 വിക്കറ്റുകൾ. ഓസീസ് ജേഴ്സിയിൽ 100 ടെസ്റ്റ് മത്സരങ്ങളിൽ പന്തെറിഞ്ഞ അദ്ദേഹം 402 വിക്കറ്റുകളും 127 ഏകദിനത്തിൽ നിന്ന് 244 വിക്കറ്റുകളും വീഴ്ത്തി. 2024 ഇന്ത്യക്കെതിരായിരുന്നു അവസാനമായി സ്റ്റാർക്ക് T20 മത്സരത്തിനായി കളത്തിലിറങ്ങിയത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ മറക്കുന്ന ഈ കാലത്ത് ടെസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി മറ്റു ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച സ്റ്റാർക്കിന്റെ വാക്കുകൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ എസ് പിള്ളൈ ആൻഡ് കീപ് വാച്ചിങ് 24.